ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഒരേ കാര്യത്തെ വ്യത്യസ്തമായ രീതിയിൽ വീക്ഷിക്കുന്നതിനെയാണ് സർഗാത്മകത എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാര്യം സംഭവിച്ചാൽ ചിലർ പറയും എനിക്ക് മാത്രം എന്താ ഇങ്ങനെ നെഗറ്റീവ് കാര്യം സംഭവിച്ചത് എന്നോർത്ത് വിഷമിക്കുന്നവർ കാണും. ചിലർ അതിനെ ഒരു പോസിറ്റീവായിട്ട് എടുത്ത് അതിനെ എങ്ങനെ ശരിയാക്കാമെന്ന് ചിന്തിക്കുന്നത് കാണും അല്ലേ? അപ്പൊ എല്ലാവരും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിച്ച് നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഡയബറ്റിക് മെലിറ്റസ്. ഇപ്പൊ എല്ലാവരും പറയാറുണ്ട് അല്ലേ, ഷുഗർ എന്ന് പറയുന്നത് ഒരു കോമൺ ഡിസീസ് ആണ്, എല്ലാവർക്കും ഉണ്ട്, കുറച്ചും കൂടി കഴിയുമ്പോൾ ഷുഗർ വരാറുണ്ട് എന്ന് പറയുന്ന ആൾക്കാരാണ് ഭൂരിഭാഗവും. ഒരുവിധം എല്ലാവർക്കും തന്നെ ഉണ്ട് അല്ലേ ഇപ്പൊ ഷുഗർ. പക്ഷെ നമ്മൾ ഈ ഷുഗറിനെ പേടിക്കേണ്ടതുണ്ടോ? ഉണ്ട്. കാര്യം ഈ ഷുഗർ എന്ന് പറയുന്നത് അധികം സിംറ്റംസ് ഒന്നും നമുക്ക് പുറത്ത് കാണിക്കുന്നില്ല എങ്കിലും വളരെയധികം ഭയപ്പെടേണ്ട ഒരു അസുഖം തന്നെയാണ് ഷുഗർ. എന്തൊക്കെ ടൈപ്പാണ് ഈ ഡയബറ്റിക് മെലിറ്റസ് ഉള്ളതെന്ന് നോക്കാം. ടൈപ്പ് 1 ഡയബറ്റിക് മെലിറ്റസ് അഥവാ ജുവനൈൽ ഡയബറ്റിക് മെലിറ്റസ് എന്ന് പറയും. അതായത് കുട്ടികളിലൊക്കെ കാണപ്പെടുന്ന ഷുഗർ ആണ്. അതായത് നമ്മൾ കാണാറുണ്ടല്ലേ, ചിലപ്പോൾ ചെറുതിലെ തന്നെ കുട്ടികൾക്ക് ഇങ്ങനെ ഭയങ്കര ദാഹം, ഭയങ്കരമായിട്ട് എപ്പോഴും എപ്പോഴും മൂത്രമൊഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും നമുക്ക് കുഞ്ഞിന് ഷുഗർ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ കുട്ടികളിൽ ചെറുതിലെ മുതലേ കാണപ്പെടുന്ന ഷുഗർ ആണ് ടൈപ്പ് 1 DM അല്ലെങ്കിൽ ജുവനൈൽ ഡയബറ്റിസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് നമുക്ക് മുതിർന്ന ആൾക്കാരിൽ സ്ഥിരമായി കേൾക്കുന്ന അല്ലെങ്കിൽ സ്ഥിരമായി കണ്ടുവരുന്ന ഷുഗർ, ടൈപ്പ് 2 ഡയബറ്റിക് മെലിറ്റസ്. അത് നമുക്ക് ഇപ്പൊ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഉണ്ടെങ്കിൽ പാരമ്പര്യമായിട്ട് നമുക്ക് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പിന്നെ മറ്റ് പല റീസൺസ് കൊണ്ടും നമുക്ക് വരാം. അതാണ് ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ്. നമ്മൾ പ്രായമായതിനു ശേഷം അല്ലെങ്കിൽ മുതിർന്നതിന് ശേഷം നമ്മൾ ഷുഗർ പേഷ്യൻ്റ് ആവുന്നതിനെയാണ് ടൈപ്പ് 2 DM എന്ന് പറയുന്നത്. ഇനി പല ജനിതക കാരണമായിട്ടുണ്ടാവുന്ന ഡയബറ്റിക് മെലിറ്റസുകളുണ്ട്. ഇനി മറ്റൊന്നാണ് GDM, അതായത് ജസ്റ്റേഷണൽ ഡയബറ്റിക് മെലിറ്റസ്, പ്രഗ്നൻസിയിൽ കാണപ്പെടുന്ന ഷുഗർ. ഇത് ഡെലിവറി കഴിയുമ്പോൾ മാറുന്ന ഒരു ടൈപ്പ് ഷുഗർ ആണ്. അങ്ങനെ 4 ടൈപ്പാണ് പ്രധാനമായിട്ടും ഉള്ളത്. എന്തുകൊണ്ടാണ് ഈ ബ്ലഡ് ഷുഗറിനെ നമ്മൾ പേടിക്കണം എന്ന് പറഞ്ഞതെന്ന് നോക്കാം. അതായത് ഇപ്പൊ നമ്മുടെ ബ്ലഡ് ഷുഗർ കൂടി, നമ്മൾ രക്തം പരിശോധിക്കുന്നു, നമ്മുടെ ബ്ലഡിൽ ഷുഗറിന്റെ അളവ് കൂടുതലാണെന്ന് കാണുന്നു. ഇത് എന്ത് ചെയ്യും? നമ്മുടെ രക്തക്കുഴലിനെയൊക്കെ അഫക്റ്റ് ചെയ്യും, ബ്ലഡ് വെസൽസിനെയൊക്കെ ഇത് അഫക്റ്റ് ചെയ്യുകയും, രക്തക്കുഴൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ എല്ലാ ഓർഗൻസിലോട്ടും സഞ്ചരിക്കുന്ന ഒന്നാണ് രക്തക്കുഴൽ. അതുവഴിയാണ് നമ്മുടെ ബ്ലഡ് സപ്ലൈ നടക്കുന്നത്. അപ്പൊ ഈ രക്തക്കുഴലിനെ ഡാമേജ് ആക്കാനുള്ള കപ്പാസിറ്റി ഈ ബ്ലഡ് ഷുഗർ, കൂടിയ ബ്ലഡ് ഷുഗറിനുണ്ട്. അപ്പൊ ഇതെന്ത് ചെയ്യും? മറ്റ് പല ഓർഗൻസിനെ അഫക്റ്റ് ചെയ്യുകയും നമ്മുടെ കണ്ണ്, കിഡ്നി, അതുപോലെ നമ്മുടെ കാലിലോട്ടുള്ള നെർവ്സ്, ഇതിനെല്ലാം അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉള്ള സാധനമാണ് ഈ ഇൻക്രീസ്ഡ് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പേടിക്കണം എന്ന് പറയുന്നത്. ഷുഗറിൻ്റെതായ സിംറ്റംസ് അധികം ഒന്നും കാണിക്കാറില്ല. എങ്കിൽ തന്നെയും ഇപ്പൊ നമുക്കൊരു മുറിവ് വന്നാൽ ഉണങ്ങാറില്ല. ഒരുപാട് ആൾക്കാർ ആംബ്യൂട്ടേറ്റ് ചെയ്ത് കാലില്ലാതെയൊക്കെ നടക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ? അപ്പൊ അത്രയും സിവിയർ ആയിട്ട് ബ്ലഡ് വെസൽസിനെ ഒക്കെ അഫക്റ്റ് ചെയ്ത് നശിപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സൂക്ഷിക്കണം, കൺട്രോൾ ചെയ്യണം എന്ന് പറയുന്നത്. ഹെറിഡിറ്ററി ഒക്കെ ആയിട്ട് വരുന്നതിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും പ്രോപ്പർ ട്രീറ്റ്മെന്റും ഒക്കെ എടുത്ത് ഫോളോ അപ്പ് ചെയ്ത് കൺട്രോളിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ ബ്ലഡ് ഷുഗർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് 3 ടൈപ്പ് ഓഫ് ബ്ലഡ് ടെസ്റ്റുകളാണ്. ഒന്ന് FBS, അതായത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. നമ്മൾ പേഷ്യന്റിനോട് ഒരു 8 to 10 hours ഫാസ്റ്റിങ്ങിലായിട്ട് രാവിലെ വന്ന് ബ്ലഡ് കൊടുക്കാൻ പറയും. മധുരം ഇടാത്ത ചായ ഒന്നും കുടിച്ചിട്ടല്ല, ഒന്നും കഴിക്കാതെ പ്രോപ്പർ ഫാസ്റ്റിങ്ങിൽ വന്നിട്ട് നമ്മൾ ബ്ലഡ് കൊടുക്കും. ഈ ബ്ലഡ് യൂഷ്വലി ഒരു ലെസ് ദാൻ 100 ആണ് നോർമലി കട്ട് ഓഫ് പറയുന്നതെങ്കിൽ ഇവർക്ക്, ഈ ഷുഗർ പേഷ്യൻസിന് ഒരു 126 എബവ് ആയിട്ടായിരിക്കും ഷുഗർ കാണപ്പെടുന്നത്. ഇനി PPBS, അതായത് പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ. നമ്മൾ ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതിനെയാണ് PPBS എന്ന് പറയുന്നത്. ഇത് യൂഷ്വലി ഉള്ള കട്ട് ഓഫ് 140 ആണെങ്കിൽ ഇവരിലൊരു 200 എബവ് ഒക്കെ കാണപ്പെടാറുണ്ട് ഈ ഷുഗർ പേഷ്യൻസിൽ. ഇനി അടുത്തത് HbA1c. HbA1c എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഫാസ്റ്റിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ തന്നെയും ചില റീഡിങ്ങുകൾ ഇപ്പോൾ ഒരു ദിവസത്തിൽ തന്നെ നമ്മൾ രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് മോണിറ്റർ ചെയ്യുവാണെങ്കിൽ 3 ദിവസം ഫ്ലക്ച്വേറ്റ് ചെയ്ത് കാണപ്പെടാറുണ്ട്. നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? HbA1c നോക്കുമ്പോൾ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ 3 മാസത്തെ നമ്മുടെ ബ്ലഡ് ഷുഗറിന്റെ ആവറേജ് ലെവൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് HbA1c മോണിറ്റർ ചെയ്യുന്നത്. ഈ HbA1c എന്ന് പറയുന്നത് നമ്മൾ ലെസ് ദാൻ 7 മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എപ്പോഴും നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഷുഗർ പേഷ്യൻസ് ചെയ്യേണ്ട മറ്റ് ചില ടെസ്റ്റുകളുണ്ട്. അതായത് ഇത് കണ്ണിനെ ബാധിക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഇയർലി
എല്ലാ വർഷവും നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ സ്ക്രീനിങ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കാലിലോട്ടുള്ള നെർവ്സിന്റെ ഒക്കെ സ്റ്റഡീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ RFT, കിഡ്നിയുടെ ഫങ്ഷൻസ് പ്രോപ്പർ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് RFT ഒക്കെ ചെയ്ത് നോക്കുന്ന RFT, അതുപോലെ യൂറിൻ പ്രോട്ടീൻ ഒക്കെ ചെയ്ത് നോക്കുന്നത് വളരെ അത്യാവശ്യം. ഇയർലി വൺസ്, 6 months വൺസ് പറ്റിയില്ലെങ്കിൽ ഇയർലി വൺസ് എങ്കിലും നമ്മൾ ഷുഗർ പേഷ്യന്റ് ആണെങ്കിൽ ചെയ്ത് നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റിനെ പറ്റി നോക്കാം. ട്രീറ്റ്മെന്റിനെ പറ്റി നോക്കുമ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്ന ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ തന്നെയാണ്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് ആവണം. ഒരു 45 to 1 hour നമ്മൾ എയറോബിക് എക്സസൈസുകൾ ചെയ്യണം. എയറോബിക് എക്സസൈസുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് വാക്കിംഗ് ആവാം, ജോഗിങ് ആവാം. അതുപോലെ നമ്മുടെ എല്ലാ ജോയിന്റ്സിനും നമ്മൾ മൂവ്മെന്റ്സ് കൊടുക്കുക, അഡക്ഷൻ അബ്ഡക്ഷൻസ് ഒക്കെ ചെയ്യുക, റൊട്ടേഷൻ, ഷോൾഡർ റൊട്ടേഷൻ, കൈ നൂത്തുക, അങ്ങനെ നമ്മുടെ ബോഡിക്ക് എല്ലാ ജോയിന്റ്സിനും മൂവ്മെന്റ്സ് കൊടുക്കുക. ഇത് റെഗുലർ ആയിട്ട് ചെയ്യണം. അതായത് ഇന്ന് ചെയ്തു, നാളെ ചെയ്തില്ല, മറ്റന്നാൾ ചെയ്തില്ല, അതിന്റെ അടുത്ത ദിവസം ചെയ്തു, അങ്ങനെയല്ല. എല്ലാ ദിവസവും കറക്റ്റ് അളവിൽ, കറക്റ്റ് ഇന്റൻസിറ്റിയിൽ നമ്മൾ 45 to 1 hour നമ്മൾ എക്സസൈസുകൾ ചെയ്യുക. അതുപോലെ തന്നെ ഡയറ്ററി മോഡിഫിക്കേഷൻസ്, ഷുഗറിന്റെ ഡയറ്റ് പ്രോപ്പർ ആയിട്ട് ലോ ഷുഗർ ആക്കി നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒരു ഡയറ്റീഷ്യനെ കണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടറിന്റെ അഡ്വൈസ് പ്രകാരം പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക. ഇനി അടുത്തതായിട്ട് പറയുന്നത് മെഡിക്കേഷൻ. മെഡിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മൾ ഡയറ്റും ചെയ്തു, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും ഒക്കെ ചെയ്തു, സ്റ്റിൽ നമ്മൾ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുമ്പോൾ ഹൈ ആണെങ്കിൽ ഡോക്ടേഴ്സ് നമുക്ക് മെഡിക്കേഷൻ തരും. ടാബ്ലറ്റ്സ് തന്നു നോക്കൂ. ആദ്യം മെറ്റ്ഫോമിൻ പോലുള്ള ടാബ്ലറ്റ്സുകളാണ് തരുന്നത്. അത് ഡോക്ടേഴ്സ് എങ്ങനെയാണോ പറയുന്നത് പറഞ്ഞു തരുന്നത് പ്രോപ്പർ ആയിട്ട് നമ്മൾ എടുക്കുക. ഇനി അതിലും നമ്മുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻസുലിൻ തരും. അതും നമ്മൾ പേടിച്ച് മാറ്റി വെക്കുവോ അല്ലെങ്കിൽ ലൈഫ് ടൈം എടുക്കണം എന്നും പറഞ്ഞിട്ട് അത് മാറ്റി വെക്കുകയോ ചെയ്യരുത്. ഇൻസുലിൻ ഒക്കെ എടുത്ത് നമ്മുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ആക്കി വെക്കുക. ഇൻസുലിൻ നമ്മുടെ ബോഡിയിൽ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്നാണ്. അത് പോരാതെ വരുന്നത് കൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് ഒരു ബുദ്ധിമുട്ടും നമുക്ക് വരാൻ പോകുന്നില്ല. അതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളാണ് നമ്മുടെ ഈ ബ്ലഡ് ഷുഗർ കൂടി നിന്നാൽ വരാൻ പോകുന്നത്. അപ്പൊ അത് വരാതിരിക്കാനായിട്ട് ഡോക്ടർ പറയുന്നത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ഇൻസുലിൻ ഒക്കെ പറയുന്ന അളവിൽ എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുക. ഒരു ഷുഗർ മെഷീൻ വീട്ടിൽ വാങ്ങിക്കുക. എന്നിട്ട് ഫാസ്റ്റിങ്ങിൽ നമ്മുടെ ബ്ലഡ് ഷുഗർ എത്രയാണ്, നമ്മുടെ ഫുഡ് കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് എത്രയാണ്, 2 മണിക്കൂർ കഴിഞ്ഞ് എത്രയാണ്, ലഞ്ച് കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞ് എത്രയാണ്, ഡിന്നർ കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞ് എത്രയാണെന്ന് നോക്കുക. ഇതൊരു പേപ്പറിൽ എഴുതി വെക്കുക. എന്തൊക്കെ ഫുഡാണ് കഴിച്ചതെന്ന് നോക്കുക. എന്നിട്ട് നമുക്ക് ഹൈ റീഡിങ്സ് വരുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ ഫുഡുകളാണോ കഴിച്ചത് ആ ഫുഡുകളൊക്കെ നമ്മളൊന്ന് സ്വിച്ച് ചെയ്ത് വേറെ ഏതെങ്കിലും ഫുഡിലോട്ട്, അല്ലെങ്കിൽ നമുക്ക് കുറവ് റീഡിങ് വന്ന സമയത്ത് കഴിച്ച ഫുഡിലോട്ട് സ്വിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ഒരു മാസം കണ്ടിന്യൂസ് മോണിറ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു ഡയറ്റ് ചാർട്ട് കിട്ടും നമ്മുടെ ബ്ലഡ് ഷുഗറിന് അനുയോജ്യമായിട്ടുള്ള. അപ്പൊ നമുക്ക് അത് തന്നെ ഫോളോ ചെയ്യാനും വിത്ത് മെഡിക്കേഷൻ നമുക്ക് ഒരു കൺട്രോൾഡ് ബ്ലഡ് ഷുഗർ കൊണ്ടുപോകാനും ഹെൽത്തി ആയിട്ടിരിക്കാനും പറ്റും. അപ്പൊ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.